വന്യജീവി ആക്രമണത്തിനെതിരെയുള്ള സമരത്തിൽ മുഴുവൻ ജനങ്ങളും ഒത്തുചേരണമെന്ന് ഇമാം കൗൺസിൽ ചെയർമാൻ മുഹമ്മദ് നദീർ മൗലവി ആവശ്യപ്പെട്ടു. വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവർക്ക് മതമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. വെള്ളരിക്കുണ്ട് അനിശ്ചിതകാല കർഷക സ്വരാജ്യ സത്യാഗ്രഹ സമരത്തിന് അനുഭാവം പ്രകടിപ്പിച്ച് ഈരാറ്റുപേട്ടയിൽ നടന്ന 51 മണിക്കൂർ രാപ്പകൽ ഉപവാസ സമരത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പല വനപ്രദേശങ്ങളിലും യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഞാൻ ഈ അടുത്ത് ഒരു 2 ആഴ്ച മുമ്പ് ഉടുമ്പന്നൂരിനുള്ളിലേക്ക് ആൽക്കല്ല് എന്ന പ്രദേശം കടന്ന് വനമേഖലയിലൂടെ കുറച്ച് പോവേണ്ടി വന്നു. അവിടെ റോഡുകളൊക്കെ നല്ലതാണെങ്കിൽ പോലും മുമ്പ് കട്ട റോഡ്, ഓഫ് റോഡായിരുന്നു. ഇപ്പൊ നല്ല വഴിയാണ്. പക്ഷേ രാത്രി കാലങ്ങളിൽ അവിടെ താമസിക്കുന്ന ആളുകൾക്ക് പുറത്തു വരാൻ, അഥവാ ഒന്ന് ടൗണിലേക്ക് വരേണ്ടി വന്നാൽ വരാൻ നിർവാഹമില്ല എന്നാണ് അവർ പറയുന്നത്. കാരണം കാട്ടുമൃഗങ്ങളും ആനകളും ഒക്കെ അവിടെ വന്ന് ആക്രമിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. ഷവലിയാർ VC സെബാസ്റ്റ്യൻ മുഖ്യപ്രഭാഷണം നടത്തി. ഐക്യദാർഢ്യ സമിതി കൺവീനർ ബേബി പേണ്ടാനും അധ്യക്ഷത വഹിച്ചു. VM അബ്ദുള്ള ഖാൻ, അഡ്വക്കേറ്റ് അനീഷ് ലൂക്കോസ്, അഡ്വക്കേറ്റ് ജോർജ് കുട്ടി കടപ്ലാക്കൽ, ജോൺസൺ പാറയ്ക്കൽ, ടോമിച്ചൻ ഐക്കര, ജോഷി താന്നിക്കൽ, അപ്പച്ചൻ തെളിയിൽ, റജി വാളിപ്ലാക്കൽ, സുജി മാസ്റ്റർ തുടങ്ങിയവർ പ്രസംഗിച്ചു. കേരള ജൈവ കർഷക സമിതി, ഹരിതം റെസിഡൻസ് അസോസിയേഷൻ, ഫേസ് ഈരാറ്റുപേട്ട തുടങ്ങിയ സംഘടനകൾ സത്യാഗ്രഹത്തിന് അഭിവാദ്യം അർപ്പിച്ചു. 51 മണിക്കൂർ സത്യാഗ്രഹം അനുഷ്ഠിച്ച റോജർ സെബാസ്റ്റ്യന് 102 വയസ്സുള്ള കർഷക നേതാവ് സക്കറിയാസ് തുടിപ്പാറ നാരങ്ങ നീര് നൽകിയാണ് ഉപവാസം അവസാനിപ്പിച്ചത്.